ഇതാണിപ്പോൾ നമ്മുടെ സർക്കാർ വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ. ഈ കാണുന്നത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളും. ഞാനും ജാഫർക്കയും അലിക്കയും കൂടി ഇന്ന് വയനാട്ടിലാണുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ പോയത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ കാണാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ ഇതിൻ്റെ ഒരു ആദ്യഘട്ട താക്കോൽദാനൊക്കെ നടന്നത്. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഈ വീടിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ മാത്രമാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്ന് നമ്മൾ ആ വീടിൻ്റെ ഉള്ളും കൂടി ഒന്ന് കാണുക കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ഡൈനിങ് ടേബിളും ചെറിയൊരു സോഫ സെറ്റൊക്കെ ഇടാൻ പറ്റുന്ന നീളവും വീതിയൊക്കെ ഉള്ള ഒരു ഹാള്. ഈ ഹാളിൻ്റെ ഒരു ഭാഗത്ത് 3 ബെഡ്റൂമുകളും ഒരു ഭാഗത്ത് കിച്ചണുമാണ്. ഹാളിൽ നിന്ന് ഡയറക്റ്റ് ബെഡ്റൂമിലേക്ക് ഡോറുകളല്ല, ചെറിയൊരു പാസേജ് കൊടുത്തിട്ട് ആ പാസേജിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുള്ള ഡോറുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ റൂമുകൾക്ക് നല്ലൊരു പ്രൈവസിയാണ് കൊടുക്കുന്നത്. ഇതിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം ഇതിലാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. ബാത്റൂമും അത്യാവശ്യം നല്ല നീളവും വീതിയും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ സൈഡിൽ തന്നെയാണ് അടുത്ത റൂം വരുന്നത്. ആ റൂമിൽ ബാത്റൂം വരുന്നില്ല. ഇനിയുള്ള 2 റൂമുകൾക്കും കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് വരുന്നത്. അതിൽ ഈ സൈഡിൽ തന്നെയാണ് അടുത്ത റൂം വന്നിട്ടുള്ളത്. ഇതേ ഡോറിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് അടുത്ത റൂം. കണ്ടില്ലേ? അങ്ങനെ മൊത്തത്തിൽ 3 ബെഡ്റൂമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഈ 2 ബാത്റൂം ഇല്ലാത്ത 2 റൂമിൻ്റെയും ഇടയിലായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. അപ്പോൾ ആ കോമൺ ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഹാളിലേക്ക് ഡയറക്റ്റ് വ്യൂ വരുന്നില്ല. നല്ല പ്രൈവസിയാണ്. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പാസേജ് കൊടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി അതിന് കിട്ടുന്നുണ്ട്. ആ ബാത്റൂമിൻ്റെ തൊട്ടിപ്പുറത്താണ് 3ാമത്തെ റൂമുള്ളത്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് അല്ല. ഈ 2 ബെഡ്റൂമുകൾക്കും കോമൺ ആയിട്ടൊരു ബാത്റൂമാണുള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഒരു ഹാളിലേക്ക് തന്നെ പോവാണ്. ഈ ഒരു പാസേജിലേക്ക് വന്നു. ആ പാസേജിൽ നിന്ന് നേരെ ഹാളിലെത്തി. ഹാളിൽ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുക്കളയിലേക്ക് കയറി നോക്കാം. ഹാൾ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഒരു സോഫ സെറ്റും നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ഇതാണ് കിച്ചണായാലും ഹാളായാലും ബെഡ്റൂം ആയാലും വെന്റിലേഷന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആവശ്യത്തിന് നല്ല വിൻഡോസ് പരമാവധി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അടുക്കളയോട് ചാരിയിട്ട് തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഒരു ഡോറ്. വർക്ക് ഏരിയയിലും നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അകത്ത് പെയിൻറ്റിങ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഇനി വേറെ എന്തെങ്കിലും വർക്കുകൾ വരാനുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വീടിൻ്റെയും ഉള്ളിലെ സെറ്റപ്പ്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്ന വീടുകൾ കാണാനാണ്. എത്തിയ ഉടനെ തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കളറാണ്. 2 സ്ഥലത്തുള്ള വീടുകളിൽ ഒരു ഭാഗം ഒരേ കളറാണ് വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ 2 വീടുകളും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. 2 സ്ഥലത്തും പോയപ്പം അത് ഷെയർ ചെയ്യാണെന്ന് മാത്രം. ഒരു ടൗൺഷിപ്പ് ഒരുക്കുന്നതിലുള്ള തിരക്കും ജഗപൊകൊക്കെ അവിടെ കാണാൻ പറ്റി. പല സ്ഥലങ്ങളിലും വളരെ തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീടിൻ്റെ അകത്തുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഒരു ഹാളിലേക്കാണ്. ഇതിൻ്റെ അകത്ത് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും കോമൺ ബാത്തിലേക്കും ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നീളവും വീതിയും നമുക്കൊരു ഡൈനിങ് ടേബിളും സോഫ സെറ്റൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉള്ള ഹാൾ തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമുകളും ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കയറിയിട്ടുള്ള വീടിൻ്റെ അകത്തുള്ള ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏതായാലും ഈ ഒരു റൂം മാത്രമാണ് ഇതിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് ഹാളിലേക്കാണ്. ഹാളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത്. വാഷ് ബേസിനോട് ചാരിയിട്ടുള്ള ഡോറ് എന്ന് പറഞ്ഞാൽ കോമൺ ബാത്റൂമാണ്. അതിൻ്റെ അകത്തും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഡോറാണ് അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. ഇങ്ങനെ 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിൻ്റെ അകത്ത് വരുന്നത്. ഈ റൂമിനോട് ചാരിയിട്ടുള്ള ഡോറാണ് നേരിട്ട് അടുക്കളയിലേക്കുള്ളത്. അവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ ഹാളിലെത്തി. ഹാളിൽ നിന്ന് അടുക്കളയിലേക്കുള്ള ഡോറ്. അടുക്കളയിലും ഹാളിലൊക്കെ പുട്ടി വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷീറ്റൊക്കെ വിരിച്ച് പണിക്കാർ അതിൻ്റേതായ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് പിന്നെ നേരെ വർക്ക് ഏരിയ. എല്ലാ സ്ഥലത്തും വെന്റിലേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നേരെ പുറത്തേക്കുള്ള ഡോറ്. ഈ രീതിയിലാണ് നമ്മുടെ സർക്കാർ വയനാട്ടിൽ ചെയ്തിട്ടുള്ള വീടിൻ്റെ അകത്തുള്ള സെറ്റപ്പുകൾ. വീടിൻ്റെ മേലെ സോളാർ പാനലുകൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് മേലോട്ട് കയറാനും ഇറങ്ങാനൊക്കെ വീടിൻ്റെ പുറത്തുനിന്നാണ് ഇതുപോലെ
കോണി വെച്ചിട്ടുള്ളത്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. നട്ടുച്ച നേരത്താണ് ഞങ്ങളിവിടെ വന്നത്. വെയിലിന് നല്ല ചൂടുണ്ടെങ്കിലും കാറ്റിൻ്റെ ചെറിയ തണുപ്പുള്ളതുകൊണ്ട് തണലത്തിരിക്കുമ്പോൾ നല്ല സുഖമാണ്. അതുകൊണ്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് ആശ്വാസം അതിൻ്റെ ശേഷമാണ് പോകുന്നത്. ആ ഒരു ദുരന്ത സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് പകച്ച് നിൽക്കുന്നത് നേരിട്ട് കണ്ടത് പലതും ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. അവർക്കൊക്കെ ഇത് വലിയ ആശ്വാസമായിട്ടുണ്ടാവും. ആശ്വാസമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്കാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ആ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ചർച്ചകളും വിവാദങ്ങളും അപവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അല്ല, അതൊന്നും വേണ്ടെന്നല്ല. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട ന്യായമായ ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കുന്നുണ്ടെങ്കിൽ, കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചയാവണം, വിവാദമാവണം, അത് നേടിക്കൊടുക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും എല്ലാ അവകാശികൾക്കും വളരെ പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് താമസമാക്കാൻ പറ്റുന്ന രീതിയിൽ 2 സൈറ്റിലെയും വർക്കുകൾ വളരെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് തന്നെ ക്ഷീണമുള്ളതുകൊണ്ട് നാട്ടിലേക്ക് പോകാതെ തൊട്ടടുത്തുള്ള പെങ്ങളെ വീട്ടിൽ കയറി. ഇന്ന് നോമ്പെറുക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ആ പരമസത്യം ഞങ്ങൾ പെങ്ങളങ്ങോട്ട് അറിയിച്ചു. ചെറിയ മോനായിട്ട് കുറച്ചു നേരമൊക്കെ കുസൃതി കാട്ടിങ്ങനെ നിന്ന് പിന്നെ മേലെ പോയി നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഉറക്കിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞമ്മളും കിടന്നു. ഇനി അല്പനേരം വിശ്രമം, ഉറക്കം കഴിഞ്ഞ് എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ച. ഇവിടെ പിന്നെ കാഴ്ചക്കൊരു കുറവുണ്ടാവില്ല. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാണ് വീടേ. അങ്ങനെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. ബാങ്ക് കൊടുക്കാനുള്ള സമയമായി തുടങ്ങിയപ്പോൾ താഴെ ഇറങ്ങി നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വയനാട്ടിൽ ഒരുങ്ങിയിട്ടുള്ള വീടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.